ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ PSC ബുള്ളറ്റും കൂടെ നോക്കാന്ന് പറഞ്ഞിരുന്നു അല്ലേ? VFAയുടെ ക്ലാസ്സുമായി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ഇത് കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ PSC ബുള്ളറ്റിൻ ഡിസംബർ 15-ലെ PSC ബുള്ളറ്റിനാണിത്. ഇതിൽ കോശം എന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? അന്തർദ്രവ്യ ജാലിക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? അന്തർദ്രവ്യ ജാലിക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എമിലിയോ വെരാറ്റി. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആദ്യമായിട്ട് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. അപ്പൊ എന്നാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാല് 1902 ആരാ കണ്ടെത്തിയത്? എമിലിയോ വെരാറ്റിയാണ്. ആരാണ്? എമിലിയോ വെരാറ്റി. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വീണ്ടും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? കീത്ത് ജോർജ്, അതുപോലെ പോർട്ടർ പാലഡ്. 1950കളിൽ എന്ത് ചെയ്തു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വീണ്ടും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? കീത്ത് ജോർജും അതുപോലെ പോർട്ടർ പാലഡും. ഓക്കെ, അപ്പൊ എമിലിയോ വെരാറ്റി എന്താണ് അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെച്ചേക്കുക. എമിലിയോ വെരാറ്റി, എമിലിയോ വെരാറ്റി പറഞ്ഞേ, എമിലിയോ വെരാറ്റി. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഇരു സ്തരങ്ങൾക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് എൻഡോപ്ലാസ്മിക് മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നോക്കുക. സെൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയുണ്ട്? പിന്നെ നമുക്ക് കാണാം മൈറ്റോകോൺട്രിയോണ്, സെൻട്രോസോം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോം, ലൈസോസോം, ന്യൂക്ലിയസ് ഒക്കെ കാണാനായിട്ട് പറ്റൂലേ? ഓക്കെ, ഇത് എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇനിയിപ്പോൾ ക്ലിയർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഇരു സ്തരങ്ങൾക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമേതാ? എൻഡോപ്ലാസ്മിക് മാട്രിക്സ് ആണ്. ഇനി റൈബോസം കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതെന്ന് ചോദിച്ചാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നു. അതിനെന്താണ്? പരുപരുത്ത അന്തർദ്രവ്യജാലികയാണുള്ളത്. പരുപരുത്ത അന്തർദ്രവ്യജാലികയാണ് എന്തെന്ന് പറയുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതായത് അവിടെ എന്തുണ്ട്? റൈബോസം കാണപ്പെടുന്നു. അപ്പൊ റൈബോസം ഇല്ലാത്തത് എന്തായിരിക്കും? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? മിനുസ അന്തർദ്രവ്യജാലിക എന്ന് പറയാം. ഇനി ഫോസ്ഫോലിപ്പിഡുകൾ, അതുപോലെ സ്റ്റിറോയിഡുകൾ എന്നിവയുടെ ഉൽപാദനത്തിനും ധാന്യക ഉപാപചയത്തിനും വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതാണെന്ന് ചോദിച്ചാല് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എന്തൊക്കെ? ഫോസ്ഫോലിപ്പിഡുകൾ, സ്റ്റിറോയിഡുകൾ എന്നിവയുടെ ഉൽപാദനത്തിനും ധാന്യക ഉപാപചയത്തിനും വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫോസ്ഫോലിപ്പിഡുകൾ, സ്റ്റിറോയിഡുകൾ ഇവയുടെ ഉൽപാദനം, അതുപോലെ ധാന്യക ഉപാപചയത്തിനും വിഷവസ്തുക്കളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാനുലാർ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുപോലെ മാംസ്യ നിർമ്മാണത്തിന് സഹായിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതാണ്? അതും ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, മാംസ്യ നിർമ്മാണത്തിന് കേട്ടോ. എഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയോ? ഏതാണ് എഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നത്? അത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയിരിക്കും അല്ലെ. ഇനി രേഖാശൂന്യ പേശികളിലും, അതായത് സ്മൂത്ത് മസിൽസ്, അതുപോലെ രേഖാങ്കിത പേശികളിലും, അതായത് സ്ട്രെയിറ്റ് മസിൽസ്, ഇവയിൽ കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നറിയപ്പെടുന്നു. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? രേഖാശൂന്യ പേശികളിലും അതുപോലെ രേഖാങ്കിത പേശി, സ്മൂത്ത് മസിൽസിലും അതുപോലെ സ്ട്രെയിറ്റ് മസിൽസിലും കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. പേശികൾക്ക് ആവശ്യമായ പ്രവർത്തനത്തിന് കാൽസ്യം അയണുകൾ പ്രദാനം ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മുടെ പേശികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് കാൽസ്യം അയണുകൾ പ്രദാനം ചെയ്യുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്തെന്ന് പറയുന്നത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എന്തായണുകൾ? കാൽസ്യം അയണുകൾ അല്ലെ. ഇനി കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയോ അന്തർദ്രവ്യ ജാലികയോട് പറ്റിച്ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന ഗോളാകൃതിയിലുള്ള കോശാംഗങ്ങളാണ്
എന്തെന്ന് പറയുന്നത്? റൈബോസോമുകൾ എന്ന് പറയുന്നത്. കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുക അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് പറ്റിച്ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന ഗോളാകൃതിയിലുള്ള കോശാംഗം റൈബോസോമുകൾ. കോശത്തിലെ പ്രോട്ടീൻ ഉൽപാദകരായ റൈബോസോമുകളാണ്. സസ്യകോശങ്ങളിൽ റൈബോസോമുകൾക്ക് സമാനമായ കണങ്ങളെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് റോബിൻസണും അതുപോലെ ബ്രൗണും 1953. സസ്യകോശങ്ങളിൽ റൈബോസോമുകൾക്ക് സമാനമായിട്ടുള്ള കണങ്ങളെ ആദ്യമായിട്ട് കണ്ടെത്തിയത് റോബിൻസൺ അതുപോലെ ബ്രൗൺ ആണ്. യൂക്കാരിയോട്ട് കോശങ്ങളിൽ റൈബോസോമുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോർജ് പലാഡ് 1955. എന്താണ്? യൂക്കാരിയോട്ട് കോശങ്ങളിൽ റൈബോസോമുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോർജ് പലാഡയും ഇനി സസ്യകോശങ്ങളിൽ റൈബോസോമുകൾക്ക് സമാനമായ കണങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബിൻസണും ബ്രൗണും ആണ്. ഇനി കോശത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന റൈബോസോമുകളാണ്. റൈബോസോമുകൾ ഉണ്ടാകുന്നത് ന്യൂക്ലിയസിലെ ന്യൂക്ലിയോലസിൽ നിന്നാണ്. എവിടുന്നാണ് റൈബോസോമുകൾ ഉണ്ടാകുന്നത്? ന്യൂക്ലിയസിലെ ന്യൂക്ലിയോലസിൽ. റൈബോസോം കണ്ടോ? പിക്ചറിൽ കണ്ടോ? ഈ റൈബോസോമുകൾ ഉണ്ടാകുന്നത് ന്യൂക്ലിയസിലെ ന്യൂക്ലിയോലസിൽ നിന്നാണ്. കോശത്തിൽ റൈബോസോമിന്റെ ധർമ്മം എന്താന്ന് ചോദിച്ചാല് മാംസ്യ സംശ്ലേഷണമാണ് അല്ലെ? മാംസ്യ സംശ്ലേഷണം. നിരവധി അറകളും സമാന്തര രീതിയിലുള്ള പരന്ന സ്ഥലത്താൽ പൊതിഞ്ഞ വെസിക്കിളുകളും ഉൾപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡീസ്. നിരവധി അറയുണ്ട്, സമാന്തര രീതിയിലുള്ള പരന്ന സ്ഥലത്താൽ പൊതിഞ്ഞ വെസിക്കിളുകളും. നിരവധി അറകളുണ്ട്, സമാന്തര രീതിയിലുള്ള പരന്ന സ്ഥലത്താൽ പൊതിഞ്ഞ വെസിക്കിളുകളും കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി ബോഡീസ് ആണ്. കോശത്തിലെ എന്തെന്നറിയപ്പെടുന്നു? ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി ബോഡീസ് ആണ്. അപ്പൊ നിരവധി അറകള്, സമാന്തര രീതിയിലുള്ള പരന്ന സ്ഥലത്താൽ പൊതിഞ്ഞ വെസിക്കിളുകളും ഉൾപ്പെടുന്ന കോശാംഗങ്ങളെ എന്ത് പറയാം? ഗോൾഗി ബോഡീസ് എന്ന് പറയാം. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി ബോഡീസ് ആണ്. ഗോൾഗി ബോഡീസ് കണ്ടെത്തിയത് കമിലോ ഗോൾഗിയാണ്. ആരാണ്? കമിലോ ഗോൾഗി 1898 ഞരമ്പ് കോശങ്ങളിലാണ് എന്ത് കണ്ടെത്തിയത്? ഗോൾഗി ബോഡീസ് കണ്ടെത്തിയത്. ഗോൾഗി ബോഡീസിന്റെ മറ്റുള്ള പേരുകളാണ് ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്നും പറയുന്നുണ്ട്. സസ്യങ്ങളിലെയും താഴ്ന്ന പടിയിലുള്ള ജന്തുക്കളിലെയും ഗോൾഗി വസ്തുക്കൾ അറിയപ്പെടുന്നത് ഡിക്റ്റിയോസോം എന്നാണ്. ഡിക്റ്റിയോസോം എന്ന് പറഞ്ഞാല് എന്താണ്? സസ്യങ്ങളിലെയും താഴ്ന്ന പടിയിലുമുള്ള ജന്തുക്കളിലെയും ഗോൾഗി വസ്തുക്കൾ അറിയപ്പെടുന്നത് ഡിക്റ്റിയോസോം. DJ മോറിന്റെ വർഗീകരണം അനുസരിച്ച് ഗോൾഗി യൂണിറ്റിന്റെ ഏറ്റവും ലഘുവായ എന്തെന്ന് പറയുന്നത് ഭാഗം എന്ന് പറയുന്നത് സിസ്റ്റർനെ ആണ്. എന്താണ് സിസ്റ്റർനെ? DG മോറിന്റെ വർഗീകരണം അനുസരിച്ചിട്ട് ഗോൾഗി യൂണിറ്റിന്റെ ഏറ്റവും ലഘുവായ ഭാഗമാണ് സിസ്റ്റർനെ. ഗോൾഗി ബോഡിയുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന സഞ്ചികൾ പോലെയുള്ള ഭാഗമാണ് സിസ്റ്റർനെ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാ കണ്ടോ ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, അതുപോലെ ഗോൾഗി ബോഡി ഇൻ എ സെല്ല് ട്ടോ. ഓക്കെ, ഇനി നിരവധി സിസ്റ്റർനകൾ ഒന്നിച്ച് അടുക്കിയതുപോലെ കാണപ്പെടുന്ന ഭാഗം സിസ്റ്റർനെ ലാമല്ല. എന്താണ്? നിരവധി സിസ്റ്റർനകൾ ഒന്നിച്ചടുക്കിയതുപോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിസ്റ്റർനെ ലാമല്ല. നിരവധി സിസ്റ്റർനകൾ ഒന്നിച്ചടുക്കിയ ലാമല്യകൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാണ്? അത് ഡിക്റ്റിയോസോം. എന്താണ് അറിയപ്പെടുന്നത്? ഡിക്റ്റിയോസോം. നിരവധി സിസ്റ്റർനകൾ ഒന്നിച്ചടുക്കിയ ലാമല്യകൾ കാണപ്പെടുന്ന ഭാഗം എന്തെന്നറിയപ്പെടുന്നു? ഡിക്റ്റിയോസോം. എൻസൈമുകൾ, ഹോർമോണുകൾ, ശ്ലേഷ്മം എന്നിവയെ ചെറുസഞ്ചികളിലാക്കി മാറ്റുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന കോശാംഗം ഗോൾഗി ബോഡീസ് ആണ്. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗം ഫേനമാണ്. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗം ആണ്. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗം ഇതാണ്, അത് ഫേനമാണ്. ഇനി എന്താണ്? കോശത്തിനുള്ളിലെ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ ശേഖരിച്ചു വെക്കുന്ന കോശാംഗമാണ് വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്ന് പറയുന്നത്. ഫേനത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന പ്രത്യേക ആവരണം എന്തറിയപ്പെടുന്നുണ്ട്? ടോണോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്ക് കിട്ടാത്ത, അതായത് റയർ ഫാക്ട് കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഇതാണ് എന്ത് ഈ PSC ബുള്ളറ്റിൻ ഈ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ശരി, താങ്ക് യു.